കലിപ്പന്റെ കാന്താരി മാലാക. രചന അപർണ. അവതരണം സാലിം കരുളായി. ഞാനിപ്പോ വിളിച്ചതും അതേപറ്റി സംസാരിക്കാനാ, അയാൾ വിനയത്തോടെ പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ ഞാൻ തയ്യാറല്ല, എന്നീന്ന് അതൊരു പ്രതീക്ഷിക്കുകയും വേണ്ട. നീരജ തീർത്തു പറഞ്ഞു. എനിക്ക് പറയാനുള്ള താന്ന് കേൾക്ക്. ആ മഹാദേവൻ എന്നെ വല്ലാത്തൊരു ട്രാപ്പിലാ പെടുത്തിയിരിക്കുന്നേ. മഹിയുടെ പേര് കേട്ടതും ബാക്കി കേൾക്കാൻ നീരജയ്ക്ക് ചെറുതല്ലാത്തൊരു ഉത്സാഹം. നീരജ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും നരേന്ദ്രൻ തുടർന്നു. അവനെനിക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസ് കൊടുത്തേക്കുമല്ലേ. ഒരു ഒത്തുതീർപ്പിന് വേണ്ടി ഞാൻ അവനെ പോയി കണ്ടിരുന്നു. പക്ഷേ അവന്റെ ഡിമാൻഡ് എനിക്ക് താങ്ങാവുന്നല്ലോ അപ്പുറാണ്. മീരിയോട് ഞാൻ ചെയ്തതിനൊക്കെ പക പോക്കുവോ അവനിപ്പോ. ഞാൻ ഹരിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിന്റെ 3 ഇരട്ടിയാ അവൻ നഷ്ടപരിഹാരമായിട്ട് ചോദിക്കുന്നേ. നിള കുറച്ച് ഗോൾഡൊക്കെ തന്നു. അതൊക്കെ വിറ്റ് കയ്യിലുള്ളതൊക്കെ നുള്ളിപ്പെറുക്കി കുറച്ച് കൂട്ടുകാർ സഹായിച്ചു. എന്നിട്ട് ആ തുകയുടെ പകുതി പോലും ആയിട്ടില്ല. ആ തുക കൊടുത്ത് തീർക്കാതെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റില്ല. നരേന്ദ്രൻ നിസ്സഹായതയോടെ പറഞ്ഞു. പണം ചോദിക്കാനുള്ള വിളിയാണെന്ന് നീരജ് ഊഹിച്ചു. അതിനിപ്പോ ഞാനെന്ത് വേണം? ഗൗരവത്തോടെ തന്നെ നീരജ് ചോദിച്ചു. തൻ്റെ കയ്യിൽ ഗോൾഡായോ ക്യാഷായോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് എനിക്കൊന്നും മറിക്കാൻ തരൂ. ഞാൻ അവിടെ വന്നിട്ട് എങ്ങനെയെങ്കിലും തിരിച്ചു തരാം. അയാൾ വാക്ക് പറഞ്ഞു. നീരജയുടെ ചുണ്ടുകൾ കൂടിപ്പോയി. നീരു, സഹായിക്കാൻ പറ്റൂടോ? അയാൾ ദയനീയമായി തിരക്കി. പറ്റില്ല, എടുത്തടിച്ചതുപോലെ അവർ പറഞ്ഞു. പ്ലീസ് നീരു. അയാൾ വീണ്ടും കെഞ്ചി. എന്റെ മോളെ വിറ്റ് വാങ്ങിയ പണക്ക് എവിടെ? അത് ദൂർത്തടിച്ച് തീർത്തോ? പൂച്ചത്തോടെ നീരജ് ചോദിച്ചു. അത് ഞാൻ അന്നേ നിലയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു, തനിക്ക് സംശയം വരാണ്ടിരിക്കാൻ. അതിപ്പോ അവൾ തരുന്നില്ല. സ്ത്രീ കൈവിട്ട് അവൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള കച്ചി തുരുമ്പാണെന്ന് പോലും. നരേന്ദ്രൻ പറയുന്നത് കേട്ട് നീരജയ്ക്ക് പൊട്ടിച്ചിരിക്കാൻ തോന്നിപ്പോയി. ആ മകൾക്ക് വേണ്ടി കൂടിയാണ് അയാൾ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത്. പിന്നെന്ത് തോന്നി ഗോൾഡൊക്കെ തരാൻ മാത്രം? അവളുടേതൊന്നും അവൾ മറ്റാർക്കും വിട്ടു കൊടുക്കാറില്ല. നീരജ ചിന്തിച്ചു. ക്യാഷ് തരാൻ മടിച്ച അവൾ എങ്ങനെയാ നിങ്ങൾക്ക് ഗോൾഡ് തന്നത്? നീരജ അപ്പോൾ തന്നെ അത് ചോദിച്ചു. അതവൾ തന്നതൊന്നുമല്ല, ഞാൻ ബലമായിട്ട് എടുത്ത് വന്നതാ, നരേന്ദ്രൻ പറഞ്ഞു. നീരജ ഒന്ന് മൂളി. നീരു, തനിക്ക് എന്നോട് ഒരു ദയം തോന്നില്ലേ? എന്നെ സഹായിക്കാതിരിക്കാൻ മാത്രം വെറുത്തു പോയോ താൻ എന്നെ? നരേന്ദ്രന്റെ സ്വരമിടറി. ആ ഇടർച്ചയിലൊന്നും നീരജയുടെ മനസ്സലിഞ്ഞില്ല. തനിക്ക് എന്നെ സഹായിക്കാൻ വയ്യെങ്കിൽ വേണ്ടിടും. എന്റെ പ്രോപ്പർട്ടിയുടെ പേപ്പേഴ്സ് എടുത്ത് തന്നാലും മതി. നല്ലൊരു പാർട്ടി വില പറഞ്ഞ് വന്നിട്ടുണ്ട്. പേപ്പേഴ്സൊക്കെ റെഡിയാക്കി രജിസ്ട്രേഷൻ നടത്തുന്നതൊക്കെ റിസ്ക്കാണ്. അതുകൊണ്ടാ തന്നോട് ചോദിച്ചത്. തനിക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ ആ വഴിയേ ഇനിയുള്ളൂ. ആ പേപ്പേഴ്സ് ഒന്ന് എത്തിക്കാൻ പറ്റുമോ? നരേന്ദ്രൻ താഴ്മയോടെ ചോദിച്ചു. പറ്റില്ലെന്ന് മുഖത്തടിച്ച് പറയും പോലെ നീരജ കോള് കട്ടാക്കി പോയിരുന്നു. അതോടെ നീരജയിൽ നിന്നും സഹായം കിട്ടില്ലെന്ന് നരേന്ദ്രന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. ഇനി എന്ത് ചെയ്യുമെന്നായി നരേന്ദ്രന്റെ ചിന്ത. ചിന്തകൾക്കൊടുവിൽ അത് ആ വീട്ടിൽ കയറി എടുക്കണമെന്ന് തന്നെ നരേന്ദ്രൻ തീരുമാനിക്കുന്നു. നീരജ സ്വമനസാൽ അതൊരിക്കലും എടുത്തു തരാൻ പോകുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ കയറി പേപ്പേഴ്സ് ഏത് പേരിനെയും കൈവശപ്പെടുത്തണമെന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു. അമ്മേ, അമ്മേ! പതിവിലും ഉത്സാഹത്തോടെയാണ് ശ്രീ വാതിലിപ്പടി ചാടിക്കടന്നുകൊണ്ട് അകത്തേക്ക് നോക്കി വിളിച്ചത്. ലക്ഷ്മിയമ്മ അപ്പൊ തന്നെ നനവാർന്ന കൈകൾ സാരിയിൽ തുടച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. എന്താടാ? അവന്റെ മുഖത്ത് വെളിച്ചം കണ്ട് ലക്ഷ്മിയമ്മ മുഖം ചുളിച്ചു. എന്റെ ജീവിതത്തിലെ 2 പ്രശ്നങ്ങളാണെന്ന് ഒഴിഞ്ഞു പോയത്, അവൻ ഉത്സാഹത്തോടെ പറഞ്ഞു. എന്ത് പ്രശ്നങ്ങള്? ലക്ഷ്മിയമ്മക്ക് മനസ്സിലായില്ല. ഒന്നാമത്തെ പ്രശ്നം മീരയുടെ കേസ്. അതിൽ മീര ജയിച്ചു. ഡിവോഴ്സിന് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല, അവൻ ഉത്സാഹത്തോടെ പറഞ്ഞു. നേരാണോടാ? ലക്ഷ്മിയമ്മക്ക് സന്തോഷം. അവൻ അതേന്ന് തലകുലുക്കി. ദൈവമുണ്ടെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ആ കൊച്ചു ഒത്തിരി അനുഭവിച്ചതല്ലേ. എല്ലാം മുകളിൽ നിന്ന് അവൻ കാണുന്നുണ്ടായിരുന്നു. ഇനി മീരമോൾക്ക് നല്ല കാലമായിരിക്കും, എനിക്ക് ഉറപ്പാ. അച്ഛനെ കിട്ടി, ഇപ്പത്തെ കേസും ജയിച്ചു. ഇനി അങ്ങോട്ട് നല്ല കാലമായിരിക്കും മീരക്ക്, അവര് സന്തോഷത്തോടെ പറഞ്ഞു. ശ്രീ മനസ്സ് നിറഞ്ഞ് ചിരിച്ചു. ഇനി രണ്ടാമത്തേത് പറയണോ വേണ്ടയോ എന്നവൻ ഒരു നിമിഷം ആലോചിച്ചു. അല്ലെങ്കിൽ അത് അമ്മ ഇപ്പൊ അറിയണ്ട. എന്തോ മനസ്സിൽ കണ്ടുകൊണ്ട് അവൻ ലക്ഷ്മിയമ്മയെ കടന്ന് അകത്തേക്ക് കയറി. എന്താന്ന് പറഞ്ഞിട്ട് പോടാ? ലക്ഷ്മിയമ്മ അവന് പിറകെ ചെന്നു. സമയാവട്ടെ, പറയാം. അതും പറഞ്ഞവൻ സോഫയിലേക്ക് ഞെളിഞ്ഞിരുന്നു. നാളുകൾക്ക് ശേഷം സമാധാനം എന്താണെന്ന് ഇന്നാണ് അവൻ അറിയുന്നത്. ആ സന്തോഷം അവന്റെ മുഖത്ത് കാണാനുണ്ട്. എന്താടാ?
അവന്റെ മുഖത്ത് മിന്നി മറയുന്ന ഭാവങ്ങൾ കണ്ട് ലക്ഷ്മിയമ്മ ചെറിയ ചിരിയോടെ ചോദിച്ചു. മകനെ ഇത്ര സന്തോഷത്തോടെ കണ്ടിട്ട് കുറച്ചായല്ലോ, എന്നാൽ അവൻ കാരണം എന്താണെന്ന് വിട്ടു പറയുന്നില്ല. അമ്മ അവളെ ഒന്ന് വിളിച്ചേ. പെട്ടെന്നെന്താ ഓർത്തുകൊണ്ട് അവൻ ചോദിച്ചു. ആരെ? മീരയോ? ലക്ഷ്മിയമ്മ തിരക്കി. അല്ലെന്നേ, ആ നിളയെ വിളിക്ക്. അവന്റെ ഉത്സാഹം കണ്ട് ലക്ഷ്മിയമ്മക്ക് വീണ്ടും സംശയായി. എന്തിനാ? കുഞ്ഞൊരു ദേഷ്യത്തോട് ലക്ഷ്മിയമ്മ ചോദിച്ചു. അമ്മ വിളിക്കവളെ, അവൻ നിർബന്ധിച്ചു. ശ്രീകുട്ട, നീ ആദ്യം കാര്യം പറയൂ. ലക്ഷ്മിയമ്മക്ക് കാര്യം പറഞ്ഞേ മതിയെന്നായി. എന്റെ അമ്മേ, അമ്മ ആദ്യം അവളൊന്ന് വിളിക്ക്. അവൻ വീണ്ടും പറഞ്ഞു. എന്താടാ വെറുത്ത് സ്നേഹം തോന്നി തുടങ്ങിയോ നിനക്ക്, ചില കഥകളിലെ പോലെ? അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ അവനോട് തന്നെ പുച്ഛമാണ് തോന്നിയത്. അങ്ങനെ ഒരുപാട് സ്നേഹിച്ചതിന്, അവളെ ഭാര്യയാക്കിയതിന്. അമ്മ വിളിക്ക്, വീഡിയോ കോൾ വിളിച്ചാൽ മതി. അവൻ ആവശ്യപ്പെട്ടപ്പോൾ അതെന്തിനാണെന്നൊരു സംശയം മനസ്സിലുണ്ടെങ്കിലും അവർ ഫോണെടുത്ത് നിളയെ വീഡിയോ കോൾ ചെയ്തു. ആദ്യത്തെ കോള് റിങ്ങായി കട്ടായി. ഒന്നുകൂടെ വിളിക്ക്. അവൻ പറഞ്ഞതനുസരിച്ച് 2 വട്ടം കൂടി അവർ കോൾ ചെയ്തു. നീ അറ്റൻഡ് ചെയ്യില്ലെന്ന് എനിക്ക് അറിയാടി. കോൾ അറ്റൻഡ് ചെയ്താൽ പിടിക്കപ്പെടുമെന്ന് അവൾക്കും അവനും നന്നായി അറിയാം. ഇനിയൊന്ന് ഓഡിയോ കോൾ വിളിച്ചു നോക്കിയേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീ ആവശ്യപ്പെട്ടു. എടാ, അവൾ എന്തേലും തിരക്കിലാവും, ഫ്രീ ആവുമ്പോൾ അവൾ ഇങ്ങോട്ട് വിളിച്ചോളും. ലക്ഷ്മിയമ്മ ഉച്ചിലോടെ പറഞ്ഞു. ഓ പിന്നെ തിരക്ക്, അമ്മ വിളിക്ക്. അവൻ ചെറുതായെന്ന് ദേഷ്യപ്പെടുന്ന ലക്ഷ്മിയമ്മ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവൾക്ക് കോൾ ചെയ്തു. അപ്പോൾ തന്നെ ആ കോൾ അറ്റൻഡായി. അത് പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ ശ്രീയുടെ ചുണ്ടിൽ ഒരു പൂച്ചച്ചിരി വിരിഞ്ഞു. നീ എന്താ നിളെ വിളിച്ചിട്ട് എടുക്കാതിരുന്നേ? ശ്രീ ആംഗ്യത്തിലൂടെ ചോദിക്കുക എന്ന് പറയുന്നത് ലക്ഷ്മിയമ്മ അവളോട് ചോദിച്ചു. അത് ഞാനൊന്ന് മയങ്ങിപ്പോയമ്മേ, സൈലന്റ് ആയിരുന്നു, കേട്ടില്ല. പാദർശിയോട് അവൾ പറഞ്ഞു. പിന്നെ ഈ കോൾ എങ്ങനെ കേട്ടു എന്ന് ശബ്ദം താഴ്ത്തി ശ്രീ ചോദിക്കുവാൻ പറഞ്ഞെങ്കിലും ലക്ഷ്മിയമ്മ ചോദിച്ചില്ല. അവനെ നോക്കി കണ്ണുരുട്ടി. അവളോട് വീഡിയോ കോളിൽ വരാൻ ശ്രീയുടെ നിർദ്ദേശപ്രകാരം ലക്ഷ്മിയമ്മ അവളോട് ആവശ്യപ്പെട്ടു. അതിന് നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് കാരണം പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. ഇവിടെ ഒരുത്തന് ഭാര്യയുടെ വിശേഷങ്ങൾ അറിയാണ്ട് ഇരിക്കപ്പൊറുതിയില്ല. ലക്ഷ്മിയമ്മ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതും നിള അതൊക്കെ കേട്ട് പൂതു തളർത്ത് നിന്നുപോയി. എണീറ്റ് നിന്നൊന്നും തുള്ളിച്ചാടാൻ തോന്നി അവൾക്ക്. നിള അതേപറ്റി ഡീറ്റെയിൽഡായി ചോദിച്ചറിയുന്നതും കേട്ട് ചുണ്ടുകൊട്ടി ശ്രീ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അധികം നേരം ആ കോള് നീട്ടിക്കൊണ്ടു പോകാതെ നിള തന്നെയാണ് വേഗം കട്ടാക്കി പോയത്. അത് അപകടമാണെന്ന് അവൾക്ക് അറിയാമല്ലോ. ശ്രീക്ക് നല്ല മനസ്സുഖം തോന്നി. തൽക്കാലം അവൾ സന്തോഷിക്കട്ടെ, ഒത്തിരി സ്വപ്നങ്ങൾ കണ്ട് പൂത്ത് തളിർക്കട്ടെ. അവസാനം അവളുടെ ഒരു പൊട്ടിക്കരച്ചിലുണ്ട്. അത് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ദിവസത്തിനായി കാത്തിരിപ്പാണവൻ. അതിനു മുന്നേ ഓരോ നിമിഷവും ഭയന്ന് ജീവിക്കണവൾ. സത്യം എല്ലാവരിൽ നിന്നും മൂടിവെക്കാൻ അവൾ ഓടി നടക്കുന്നത് അവന് കാണണത്ര. നിനക്കിത് എന്ത് പറ്റിയടാ? ലക്ഷ്മിയമ്മ അവനെ സൂക്ഷിച്ചു നോക്കി. അതിനവൻ കണ്ണു ചിമ്പി ചിരിച്ചുകൊണ്ട് ഒരു മൂളിപ്പാട്ടോടെ അവന്റെ മുറിയിലേക്ക് പോയി. അപ്പോ അവൾ കേസ് ജയിച്ചല്ലേ? നിരാശയോടെയുള്ള വരലക്ഷ്മിയുടെ ചോദ്യം കേട്ട് വിഷയം നെറ്റിച്ചു വിളിച്ചു. എന്തേ, ജയിക്കണ്ടായിരുന്നോ? അവളുടെ മുഖഭാവം കണ്ട് വിഷൻ തിരക്കി. ഏട്ടനോട് ആരാ പറഞ്ഞേ? അവർ തിരക്കി. ധ്രുവൻ വിളിച്ചിരുന്നു. വിഷൻ ധ്രുവൻ പറഞ്ഞതൊക്കെ സഹോദരിയോട് പറഞ്ഞു. വരലക്ഷ്മിക്ക് മൊത്തത്തിലൊരു നിരാശ. ഒരു വിധത്തിലും അവൾ ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ ഏട്ടാ, വരലക്ഷ്മി അരിശത്തോടെ പറഞ്ഞു. നീ എന്താ ലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് മീരയോട് നല്ല കാര്യമൊക്കെ ആയിരുന്നല്ലോ. വിഷന് സംശയം. കാര്യം? അവർ ചുണ്ടുകൊട്ടി പുച്ഛിച്ചു. ഭർത്താവിന്റെ ജാരസന്ധിയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവളെ സ്നേഹിച്ചത് ഒരു വിഡിത്തമായിപ്പോയി. ഞാൻ സ്നേഹിച്ചപ്പോൾ എനിക്കെന്താ പകരം കിട്ടിയത്? തിരിച്ചാ സ്നേഹം കാണിച്ചില്ലെന്നത് ഞാൻ പോട്ടെന്ന് വെക്കാം. അവൾ എൻ്റെ താലിയെടുക്കാനല്ലേ നോക്കിയത്? അവൾക്ക് അവളുടെ അച്ഛനെയും അമ്മയും ഒന്നിപ്പിക്കാനല്ല എന്ന തിടുക്കം. അവളുടെ ആ മനസ്സുകൊണ്ടാ അവൾക്ക് ഇങ്ങനെയൊക്കെ വന്നത്. മഹിയണ്ണൻ എന്നിൽ നിന്നും അകരുന്ന ആരായാലും എനിക്കവരെ വെറുപ്പാ. അവരെനിക്ക് ശത്രുക്കളാണ്. വരലക്ഷ്മിയുടെ സ്വരത്തിൽ മൂർച്ചയേറി. നീ എന്തൊക്കെയാ ലച്ചു ഈ ചിന്തിച്ചു കൂട്ടുന്നേ? മീര അങ്ങനെയൊക്കെ ചിന്തിച്ച് ചെയ്തതായിരിക്കില്ല. അവൾക്ക് അവളുടെ അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിക്കണമായിരുന്നു. അത് തെളിയിക്കേണ്ടത് ധീരജയ്ക്ക് മുന്നിലല്ലേ? അത്രയേ അവൾ ചെയ്തുള്ളൂ. അങ്ങനെയെങ്കിലും മഹിയുടെ അമ്മയല്ലേ കാര്യങ്ങൾ വിശദമായി നീരജയോട് പറഞ്ഞത്? വിഷൻ പറഞ്ഞു. അമ്മക്കും മകനും കൊച്ചുമോൾക്കും അവളെ മതി. ഇത്രയും കാലം ഇതും ചുമന്ന് ജീവിച്ച് ഞാനൊരു വിഡി, പമ്പര വിഡി. കഴുത്തിലെ താലി ഒന്ന് ഉയർത്തിക്കൊണ്ട് വരലക്ഷ്മി പറഞ്ഞു. ആരും വേണ്ട, അവരാരെയും വേണ്ട ഇനി ഞങ്ങൾക്ക്.
ഞാനും മഹിയേട്ടനും മതി. സ്നേഹിച്ചില്ലെങ്കിലും എന്നെ വിട്ട് പോകില്ലെന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് മീരൊരു തടസ്സം പോലെ കടന്നു വന്നത്. മഹിയെ ഓർക്കുമ്പോൾ വരലക്ഷ്മി പല വഴികളും ആലോചിച്ചു പോകുന്നു. അവരുടെ മനസ്സ് ക്രൂരമായി ചിന്തിച്ചു തുടങ്ങി. എന്തെങ്കിലും ചെയ്ത് മഹി നീരജ ഒന്നാവൽ തടയണമെന്ന് അവരപ്പോൾ തന്നെ ഉറപ്പിച്ചിരുന്നു. ഡാ, നിന്റെ മീരയെ ഒന്ന് സൂക്ഷിച്ചോ മഹി. അവളെ കൊത്തിക്കൊണ്ടുപോകാൻ ചിലരൊക്കെ വട്ടം വിട്ട് പറക്കുന്നുണ്ട്. മീരയെ വീട്ടിലാക്കി സന്ധ്യാനേരത്ത് രാജനോടൊപ്പം ഒന്ന് കൂടാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് മഹി. ഇത്തിരി മദ്യം അകത്തേക്ക് ചെന്നപ്പോൾ രാജ് ഫോമിലായി. എന്ത്? ആര് കൊത്തിക്കൊണ്ടു പോവാൻ? അയാൾ ചോദിച്ചു. ഇന്ന് കോടതി മുറ്റത്ത് വെച്ചുണ്ടായ സംഭവങ്ങളും ഇതിനു മുന്നേ നടന്ന സംഭവങ്ങളും രാജ് മഹിയുമായി പങ്കുവെച്ചു. ഭാര്യയുടെ ചതി അറിഞ്ഞപ്പോൾ തന്നെ ശ്രീരാഗ് എന്നെ കാണാൻ വന്നതാ. മീരയെ വേണമെന്ന് പറഞ്ഞിട്ടേ അന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് തിരികെ വിട്ടു. മീരക്കും അതിൽ താല്പര്യമില്ല. ഇപ്പൊ ലക്ഷണം കണ്ടിട്ട് ധ്രുവനും അവളെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ചെറിയൊരു ചിരിയോടെ രാജു പറഞ്ഞു. ഇതാദ്യമായിട്ടൊന്നുമല്ല. ഇതിനു മുന്നേ പലവട്ടവും ശ്രീയുമായി ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശ്രീരാഗിനെ കാണുന്നതേ ധ്രുവന് ചതുർത്ഥിയാ. ശ്രീ വന്നത് മുതൽ അവനിടയ്ക്കിടെ മീരയെ നോക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കാനാണ് അവൻ നിങ്ങളെയും കൂട്ടി പറപ്പിച്ചു വിട്ടത്. രാജു ഉത്സാഹത്തോടെ പറഞ്ഞു. മഹി എന്തോ ആലോചനയിലാണ്. നീ എന്താടാ മിണ്ടാത്തേ? ശ്രീയാണോ ധ്രുവനാണോ നിന്റെ മോൾക്ക് വേണ്ടി നീ കണ്ടുപിടിച്ചു വെച്ചത്? രാജു ചോദിച്ചു. രണ്ടുപേരെയല്ല. ശ്രീയെ ഇനി മീരയുമായി കൂട്ടിക്കെട്ടിയിട്ട് ഒരു കാര്യമല്ല. ആ അധ്യായം അവിടെ കഴിഞ്ഞു, മാഹി പറഞ്ഞു. ഒരു സെക്കൻഡ് ചാൻസ് അവൻ അർഹിക്കുന്നില്ലെന്നാണോ? രാജ് തിരക്കി. അതുകൊണ്ടല്ല രാജ്. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അവൻ അവളെ ഒത്തിരി വേദനിപ്പിച്ചു. ഇനിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായാലും ഇതൊക്കെ തന്നെയാവില്ലേ? അല്ലെങ്കിൽ തന്നെ മനസ്സുറഞ്ഞ് എങ്ങനെ ഞാൻ എൻ്റെ മോളവൻ്റെ കയ്യിലേൽപ്പിക്കും? മഹിയുടെ സ്വരത്തിൽ ഗൗരവം കലരുന്നത് രാജ് അറിഞ്ഞു. അപ്പൊ ധ്രുവനോ? രാജ് ചോദിച്ചതിന് നിഷേധഭാവത്തിൽ മഹി തലചലിപ്പിച്ചു. ധ്രുവനും ശരിയാവില്ല. അതവൻ മോശമായിട്ടല്ല. അവൻ്റെ അമ്മ, അതായത് എൻ്റെ പെങ്ങള്. നിനക്കറിയില്ല, ധ്രുവനൊരു അമ്മക്കുട്ടിയായിട്ടാണ് വളർന്നത്. അപ്പം മധുവിൻ്റെ മുന്നിൽ അവൻ പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കേണ്ടി വരും. പിന്നെ മധുവിൻ്റെ സ്വഭാവം നിനക്കറിയില്ലേ രാജ്. അതുകൊണ്ട് അത് ശരിയാവില്ല. ഒരു ദീർഘനിശ്വാസത്തോടെ മഹി പറഞ്ഞു. ഇവർക്ക് പകരം നമ്മുടെ അർജുനായിരുന്നെങ്കിൽ ഞാൻ കണ്ണും മൂട്ടി സമ്മതിച്ചേനെ.